മണ്ണാർക്കാട് നഫീസ കൊലക്കേസിൽ നമ്മൾ തൃപ്തരാണ്. ഇനി എന്തായാലും ഒരു അപ്പീല് പോകുന്നൊക്കെ പറയുന്നുണ്ട്. പോവില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. വധശിക്ഷ കൊടുക്കണമെന്നുള്ള ആവശ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ. അതുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ എന്തായാലും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. അവരെന്താ അപ്പീല് പോവുക അല്ലെങ്കിൽ കോടതി എന്താണ് തീരുമാനിക്കുന്നുള്ളത് അവർക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. കുട്ടി ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നാണ് ഇപ്പോൾ കോടതി അറിയിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ കുട്ടിയുടെ ഒരു കാര്യം നമ്മൾ കണക്കിലെടുക്കണം. നമുക്കാണെങ്കിൽ നമ്മൾ നോക്കിയായിരുന്നു മുമ്പാണെന്നുണ്ട്. ഇനിയിപ്പോ എന്തായാലും അതിനൊരു ചാൻസ് ഇല്ല. കുട്ടി ഇപ്പൊ പുറത്താണ്, എവിടെ ആണെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ ശരിക്കും പറയണെങ്കിൽ വധശിക്ഷ ആയിരുന്നു വേണ്ടത്. ഇപ്പൊ ഇവരെ എന്താക്കിയിട്ടില്ല. ഇനിയിപ്പോ അതിനുള്ള നൂലാമാലകൾ എന്താന്നുള്ളത് അറിയാം. അപ്പീല് പോവോ എന്താണെന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇപ്പൊ നമ്മള് ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. മണ്ണാർക്കാട് നഫീസ വധക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. 2016 കേസിനാസ്പദമായ സംഭവം നടന്നത്. 71-കാരിയായ നഫീസയെ വയോധികയെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കേസിൽ നഫീസയുടെ പൗത്രനായ ബഷീറും ബഷീറിന്റെ ഭാര്യ ഫസീലയുമാണ് പ്രതികൾ. ഈ കേസിലാണിപ്പോൾ വിധി വന്നിരിക്കുന്നത്. ആദ്യം ഈ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്താൻ എന്ന കുറ്റത്തിന് 1ഉം 2ഉം പ്രതികൾക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയടയ്ക്കാനും കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം പിഴയടച്ചില്ലെങ്കിൽ അധിക 2 വർഷം തടവിനും അവർ ശിക്ഷയ്ക്ക് വിധേയമാകണം. അതുപോലെ തന്നെ ഈ തെളിവ് നശിപ്പിക്കൽ സെക്ഷൻ 201 IPC എന്ന കുറ്റത്തിന് 1ാം പ്രതിക്ക് 7 വർഷം തടവും 25,000 രൂപ പിഴയും ഒടുക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. 1ാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. അതുപോലെ അത്തരത്തിൽ പിഴ ഈടാക്കുന്ന സമയം 2 ലക്ഷം രൂപ ഈ മരണപ്പെട്ട നബീസ എന്നവരുടെ ഡെഫൻഡമ്പായ സംസാരിക്കാൻ കേൾവിയില്ലാത്തതുമായ ആയിഷ എന്ന സ്ത്രീക്ക് നൽകാനും കോടതി പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണ തൃപ്തനാണ്. കാരണം ഇതൊരു സാഹചര്യ തെളിവുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കേസിനെ ഇത്രമാത്രം കോർത്തിണക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇത് എത്തിച്ച് മുഴുവൻ പ്രോസിക്യൂഷൻ ടീമിന്റെ സഹായത്തോടുകൂടി എത്തിച്ച് ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. കോടതിയും അതുപോലെ വളരെ വിശദമായി പരിശോധിച്ച ഓരോ ആസ്പെക്ട്സും, അതായത് ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ് ആണ്. ആ ചെയിൻ ഓഫ് ഇവന്റ്സ് മുഴുവൻ പരിശോധിച്ച് കോടതി എല്ലാ ഇവന്റ്സിനെ കുറിച്ചും ജഡ്ജ്മെന്റിൽ പ്രതിപാദിച്ചായിരിക്കാം. ഞാൻ ജഡ്ജ്മെന്റ് മുഴുവൻ വായിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചായിരിക്കും ഈ കേസിലെ വിധി പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഈ സയന്റിഫിക് എവിഡൻസ് ആണ് ഈ കേസിലെ ഒരു വലിയ പ്രാധാന്യം ഉണ്ടാക്കിയിട്ടുള്ളത്. മണ്ണാർക്കാട് നഫീസ വധക്കേസിലാണ് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. മണ്ണാർക്കാട് കോടതിയുടേതാണ് വിധി. ടി നന്ദഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.